പരിശുദ്ധ
Yosef,
Unmailan tandre
Amen.
ആരാധന സംഘത്തെ നീ രക്ഷിതാവുമായ യേശുമിശിഹായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെ മേൽ അനുഗ്രഹം ജീവൻ നൽകുന്നവനും നിന്നോടുകൂടെ ഒന്നായിരിക്കുന്നതിനുമായ നിന്റെ ഉപകാരിക്കും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാഭക്ഷണത്തോട് അനുഗ്രഹങ്ങളോടും കൂടെ തീർത്തതിന്റെ കൃപയും കണ്ണയ്ക്കുമായി ഞങ്ങൾ പരിമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടെ മരിച്ചുപോയവരും കർത്താവിൽ വെച്ച് സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസ റോഷമായ മുദ്രയിടപ്പെട്ടവരുമേ ഈ തുറത്ത് നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയായ കണ്ണീർ സഹായം ലഭിക്കാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്തോടെ പോകുകയും നാഥോർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. I make my confession to God the Father Almighty and to His beloved Son, Jesus Christ, and to the Holy Spirit. I confess the holy faith of the three ecumenical councils of Nicaea, Constantinople, and Ephesus, in the most noble priesthood ascribed unto you. Father priest, by which you set loose and bind, I have sinned through all my senses, both inwardly and outwardly, in word, in deed, and in thought. My sin is great, very great, and I repent of it most sincerely, purposing not to fall again into the same ever, preferring death rather than embrace sin. And I ask you, by the authority of the sacred priesthood, that you absolve me of my sins, asking pardon to God. Pardon me through His grace. Take a moment of silence to reflect and repent of your personal sins and transgressions that you have committed after receiving the last Holy Communion. Confess then before God the sins by which you have offended others and thereby God. കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സ്ത്രീകന്മാരും പരിശുദ്ധ സ്ത്രീകന്മാർ പ്രധാനാചാര്യന്മാരും പ്രധാനാചാര്യന്മാർ പ്രധാനമായി എന്റെ ബലഹീനതയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള അവിടുത്തെ സത്യകാലത്തിൽ അനുഗ്രഹീതരായിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങൾക്കും നിങ്ങൾ ഓർത്ത് പശ്ചാത്തപിച്ചുകയും നിങ്ങളുടെ മാനുഷിക ബലഹീനതയായി വിസ്തരിച്ചു പോയിട്ടുള്ള പാപങ്ങൾക്കും ഞങ്ങൾ നിങ്ങൾക്ക് മോചനം നൽകുന്നു. കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ അനുഗ്രഹങ്ങളും മർത്തമറിയാമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളുടെ
കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും നിങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ആയിരത്തിൻ്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധ റൂഹായുടെ നാമത്തിലും തന്നെ ആമീൻ. ഇന്നത്തെ അനൗൺസ്മെന്റുകളുണ്ട്, അതുകൂടി ഈ കൂട്ടത്തിൽ പറയുകയാണ്. വിശുദ്ധ കുർബാന പോകും കഴിഞ്ഞാൽ ഉടൻ തന്നെ അഭിബന്ധിയ മെത്രാപ്പൊലീത്ത കൈമുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ഒരു ചെറിയ അനുമോദന മീറ്റിംഗ് ഉണ്ട്. ഇറ്റ്സ് ഓൺലി ഫോർ 30 minutes. എല്ലാവരും കൈമുത്ത് കഴിഞ്ഞ് അതാത് സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കണം. അഭിബന്ധിയ തിരുമേനി ഒരു കാപ്പി കുടിക്കുന്ന അത്രയും സമയം, ഒരു 5 മിനിറ്റ് സമയം മാത്രമേ ഇതിനിടയിൽ ബ്രേക്ക് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് അത്രയും സമയം ദയവായിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കണം. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് വന്നിട്ടുള്ള പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പള്ളിക്കകത്തുള്ളതായ പുസ്തകങ്ങൾ യാതൊരു സാധനങ്ങളും, ഞാൻ മലയാളത്തിൽ പറയുന്ന ഇവിടെ മറ്റുള്ളവരുണ്ട്, അതുകൊണ്ടാണ്, യാതൊരു സാധനങ്ങളും അവരുടെ മാറ്റാറുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ യാതൊരു ഭക്ഷണ സാധനമോ കുടിക്കുന്ന സാധനങ്ങളോ ഭക്ഷണപാനീയങ്ങളോ ഒന്നും തന്നെ ആ സ്റ്റെപ്പിന് മുകളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, ഈ പള്ളിക്കകത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ താഴെ നമ്മുടെ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നതായ സ്ഥലത്ത് ഒരു ചെറിയ ചാപ്പലുണ്ട്. അതിൽ ആരും തന്നെ ഭക്ഷണവുമായി കടന്നു പോകരുത്, കുട്ടികൾ അതിൽ കയറി ചാടരുത് എന്നുള്ള കാര്യവും നേരത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പേരൻസ് പ്രത്യേകമായിട്ട് അത് ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യത്തിൽ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന തിക്കട്ട രണ്ട് ലോകങ്ങളിലും കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു.
അഭിവന്യ തിരുമേനി, ബഹുമാന്യരായ വൈദികരെ, ബഹുമാനപ്പെട്ട ശമാശന്മാരെ, കർത്താവിൽ അനുഗ്രഹീതരെ, വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു ദിവസത്തിലേക്കാണ് നാം ആഗതരായിരിക്കുന്നത്. പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചും സെന്റ് മേരീസ് സുറിയൻ ഓർത്തഡോക്സ് ചർച്ച് അറ്റ്ലാന്റയെ സംബന്ധിച്ചും പൊതുവെ അറ്റ്ലാന്റയെ മുഴുവനായും വളരെ സന്തോഷത്തിന്റെ ദിവസമാകുന്നു. ഈ ഇടവകയിലേക്ക് ഒരു പുതിയ വൈദികൻ പട്ടമേറ്റ് ദൈവിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അഭിവന്യ തിരുമനസ്സുകൊണ്ട് ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛനെ വൈദിക പദവിയിലേക്ക് കൊണ്ടുവരുവാനായി സന്തോഷത്തോടുകൂടെ ഇവിടെ ആഗതനാകുകയും ഈ ശുശ്രൂഷ പട്ടംകൊട ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. അഭിമന്യ തിരുമേനിയെ ഈ ചെറിയ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വൈദികരെയും, ഫാദർ ലൂക്ക, ഫാദർ എലൈജ, he is not here, that is both from the Coptic Church, St. Mary's Coptic Church, Father Abraham Kadavil, Father Bobby Joseph, Father Matthew Pratara, Father Mathai Pudukunar, Deacon Zach Borges, and Deacon Martin Babu, ഇവരെ എല്ലാവരെയും ഈ ചെറിയ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമയത്തിന്റെ ചുരുക്കം കൊണ്ടാണ് ഇവരെ എല്ലാവരെയും ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു. നവാഭിഷക്തനായ പട്ടമേറ്റിരിക്കുന്ന പുതിയ വൈദികൻ അവിടെ ശുശ്രൂഷയുടെ അവസാന ഭാഗം തീർക്കുകയാണെങ്കിലും
ബഹുമാനപ്പെട്ട അച്ഛൻ കേൾക്കേണ്ടതായ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. അച്ഛൻ കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. The prophecy of Ezekiel, chapter 44, verses 16 and 23. It is very important that you have to think about this verse. It clearly says who is a priest, what he is supposed to do. A priest, അവിടെ അതിന് മുൻപായി ആ പ്രവചനത്തില് വളരെ വ്യക്തമായി പുരോഹിതന്മാരുടെ ശുശ്രൂഷകളെ കുറിച്ചും പുരോഹിതന്മാരെ ധരിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെയും വ്യക്തമായ രീതിയിൽ ദീർഘദർശനം പറഞ്ഞതിന് ശേഷം പറയുന്നത് പ്രകാരമാണ്: He enter into my sanctuary, come near to my table, to minister unto me and keep my charge. എന്റെ പ്രാകാരത്തിലേക്ക് പ്രവേശിച്ച് എന്റെ മേശമേൽ ശുശ്രൂഷിക്കുകയും എന്റെ ഭവനത്തിന്റെ കാര്യവിചാരകൻ ആയിരിക്കുകയും വേണം. That is a priest. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്: Teach my people the difference between the holy and the profane, and cause them to discern between the unclean and the clean. വിശുദ്ധവും മലിനവും നന്മയും തിന്മയും തമ്മിൽ അവരുടെ അതിന്റെ വ്യത്യാസം അവരെ പഠിപ്പിക്കുക എന്നതാണ് പുരോഹിതന്റെ കർത്തവ്യം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുതിയ അച്ഛൻ പട്ടമേറ്റ് സഭയിലെ പട്ടക്കാരനായി തീർന്ന് പരിശുദ്ധ സഭയിലേക്ക് കടന്നു വന്ന ദൈവത്തെ സേവിക്കുവാനും അതിനുവേണ്ടി കടന്നു വരുമ്പോൾ ഈ വാചകങ്ങള് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നുവെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയും ബഹുമാനപ്പെട്ട വച്ചന് എല്ലാവിധമായിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും ദൈവ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിമന്യ തീത്തോസ് തിരുമേനി ഇപ്പോൾ 3 മിനിറ്റ് സമയം സംസാരിക്കുന്നത്. ഞാൻ ചിരിച്ചു മറ്റൊന്നുമല്ല, മദ്രാസമാർക്ക് സംബന്ധിച്ച് തുടങ്ങിയ അച്ഛന്മാർക്ക് പറയാം. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സമാശന്മാരെ വന്നു ചേർന്നിട്ടുള്ള നിവേദനം ഞാൻ 3 മിനിറ്റ് എടുക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പട്ടണ ശുശ്രൂഷയുടെ മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യത്തെ പട്ടണ ശുശ്രൂഷയാണ് പുരോഹിത നിലയിൽ. ശമാശന്മാരുടെ പട്ടണ 3 നടത്തി. ഈ വർഷം അല്ലെങ്കിൽ നാം ചുമതലയ്ക്ക് ശേഷം ഞാനിപ്പോൾ ഓഫീസിൽ പറയാറുണ്ട്, 2 പള്ളികളിൽ ഉദാശ നടത്തി ശമാശന്മാരുടെ പട്ടണം നാട്ടിലെ പോലെ തിരക്കായി എന്ന് പറയുകയാണ്. That shows the interest of the young people here in this diocese towards our church and to the spiritual life. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഭദ്രാസനത്തിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന വൈദികർക്കോ കഴിയുന്നതിനേക്കാളും വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പുതുതായിട്ട് പട്ടമേറ്റുന്ന ഈ പുരോഹിതന്മാർക്കും ശമാശന്മാർക്കും സാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അവരുടെ ശുശ്രൂഷയ്ക്ക് ദൈവം സർവ്വവിധമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ അനുമോദനങ്ങളും പുതിയ അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും കൊച്ചമ്മയും അമ്മമായി എല്ലാവരെയും അറിയിക്കുന്നു. ഞാൻ നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പുരോഹിതന്റെ സഹധർമ്മിയായിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ സുറിയാനിലെ ബസ്ക്യോമെന്നാണ് പറയുന്നത്, ഉടമ്പടിയുടെ മകൾ. അത് ഇവിടെ ചിലമായി വരുന്ന ചിരിക്കുന്നു. ഒരച്ഛൻ്റെ അമ്മായിയായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ ഈ ദിവ്യമായ ശുശ്രൂഷയിൽ മറ്റുള്ളവരെ കരുതുകയും
ദൈവത്തിന്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം കുടുംബത്തിലെ ശ്രദ്ധ കുറഞ്ഞു പോകാനായിട്ട് പലപ്പോഴും സാധ്യതയുണ്ട്. എങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് അമ്മായിമാരാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വേണ്ടതായ ആത്മീയമായ പിന്തുണയും പ്രാർത്ഥനയോടുകൂടെയുള്ള സഹകരണവും അവർക്ക് കൊടുക്കേണ്ടതും കഴിയുമെങ്കിൽ ഫാമിലികൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ച് വിസിറ്റ് ചെയ്യുകയും ആവശ്യമായ അവരുടെ കൺസേൺസ് ഇഷ്യൂസ് ഒക്കെയും അറിഞ്ഞ് അവർക്ക് ആവശ്യമായ നേതൃത്വം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതും കൂടി അച്ഛൻ്റെ ഭാര്യയ്ക്ക് ചുമതലയുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു വാക്കുകൾ സംഭരിക്കുന്നു. Now, Father Luca from St. Mary's Coptic Orthodox Church going to give the felicitations. It's limited to 2 minutes. First, I'd like to introduce myself to you and Father Luke Wasser, the Ecumenical of this church. And I'm speaking for myself and on behalf of my brother, Father Elia, who is out of town today. We would love to be here, of course, if he's not attend. It is a great blessing for us in this church. To have His Eminence Metropolitan Jesus of North America for the Syrian or Indian Syrian Church. And we are blessed also to have this ordination performed in our church. I would like to congratulate Father Jacob Matthew for the priesthood, and I'm praying for him that God will help him to shepherd His people as we pray in purity and righteousness, and to lead them in the paths of righteousness. We are glad to always be in contact with the Indian and Syrian Church. We are with the Coptic Church sisters in Christ. We are in communion. We would love to have in the future meetings and communications. We have to pray for each other and help each other here in North America, also to preach and evangelize Orthodoxy to the Western world. It's a great task. We have to go hand in hand with Orthodox bishops to be able to perform this task. And we ask God to help us in this endeavor. Again, it is a great blessing for me and for this church to have His Eminence and this ordination to be performed in our church. I would like to thank you all and welcome you in our church, and we hope to see you again. And we will always love to keep in touch and have good communication with our sister churches. Thank you, and God bless you. Again, all the churches are going to be only 2 minutes. Felicitation. Now, Father Abraham Kadabal, Kadabalachen, Baltimore St. Thomas Church in the Vigarian, which report inside. Your eminent, respected priest, brothers and sisters, it is rather difficult to give a speech about priesthood in 2 minutes. But as the Secretary of the Clergy Association of the Archdiocese, I welcome Father Bijo to the association as a priest and give him my blessings. St. Paul in the second Timothy said several things that are a qualification for a priest. The main thing that he has said is preach. That means preach the gospel. A priest has to be very dynamic in knowing the Bible and also preaching the gospel. As I have known Bijo, Father Bijo, he is a very meek, very humble,
service, Tirumeni has blessed him several times, especially at time when the kappa was covering him, and you may wonder what was going on there. The gesture that Tirumeni does during that time is giving the blessing to the deacon from the casa and the pilasa. That means from the blood, body and the blood. He is given the power. So I hope this power, which is given to him by the Archbishop, by the Holy Spirit, that he will be a dynamic person, especially in the Archdiocese, working among the students and the youth. I am especially honored to be invited by him to be here for this service, because I had the opportunity to work as the secretary of the NGO-CSM when the church was united from 1968 to 71. And I am very pleased to see that Father Bijo has taken the leadership in working as the Vice President of the NGO-SOSA, Mar Gregorio Student Association of our Archdiocese. May God give him all the blessings that he will be able to continue the ministry of Jesus Christ among our people, especially among the youth of our church. May God bless you, and thank you very much for inviting me. Now, Father Bobby Joseph from Atlanta, St. Mary's, Greater Atlanta St. Mary's Center, actually going to say a few words. അറ്റ്ലാന്റയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പട്ടങ്ങള ശുശ്രൂഷ നടക്കുന്നത്. ശുശ്രൂഷ നടക്കുന്ന അവസരത്തിൽ ധാരാളം ആളുകൾ ഇത് വിറ്റ്നസ് ചെയ്യാനായിട്ടും ഇവിടെ ഉണ്ടായിരുന്നു. പഴയ നിയമം വായിക്കുന്ന അവസരത്തിൽ മോശയോട് ദൈവം തമ്പുരാൻ അരുളി ചെയ്യുന്നത് പുരോഹിതന്മാരെ ബലിയർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അവരെ അഭിഷേകം ചെയ്യുക എന്നുള്ളതായ കർമ്മം നിർവഹിക്കണം. പ്രധാനമായിട്ടും ശുദ്ധിയുള്ളവനായിട്ട് വേണം പ്രാകാരങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ. പ്രാകാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതായ ഈ പുരോഹിതൻ ഏറ്റവും മോടിയുള്ളതായ വസ്ത്രം ധരിച്ചിരിക്കണം. അത് അലങ്കാരത്തിന് വേണ്ടിയിട്ട് അവൻ വസ്ത്രം ധരിച്ചിരിക്കണം. മഹത്വത്തിന് വേണ്ടിയിട്ട് അവൻ വസ്ത്രം ധരിച്ചിരിക്കണം. അതുകൊണ്ട് മധുവാൽ ശുശ്രൂഷിക്കുന്നതായ ആചാര്യന്മാര്, പ്രധാന ആചാര്യന്മാര് അവരുടെ സ്ഥാനത്തിന് ഒത്ത രീതിയിൽ ധാരാളം നല്ല ഡ്രസ്സുകൾ ഇടാറുണ്ട്. അത് അവരുടെ മാത്രം ഇഷ്ടം കൊണ്ട് അവരെ മോടി പിടിപ്പിച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ദൈവ കൽപ്പന നടത്തി തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, ഒരു പുരോഹിതൻ എന്ന് പറയുന്ന അവസരത്തിൽ തനിക്ക് വേണ്ടിയിട്ടും തന്റെ ജനങ്ങളുടെ അപരാധങ്ങൾക്ക് വേണ്ടിയിട്ടും ബലി അർപ്പിക്കുന്നവനായിരിക്കണം. അങ്ങനെ ബലി അർപ്പിക്കുന്നതായ പുരോഹിതൻ എന്ന് പറയുന്നത് ശുദ്ധിയുള്ളവനായിരിക്കണം. മനസ്സ് വളരെ ക്ലീൻ ആയിട്ടുള്ളവനായിരിക്കണം. അങ്ങനെയുള്ളതായ പ്രാർത്ഥനകൾ മാത്രമേ ദൈവ തിരുസന്നിധിയിൽ എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവ വേലയ്ക്ക് വേണ്ടിയിട്ട് തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഈ അച്ഛനെ പുതുതായിട്ട് നമ്മൾ വാഴിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട തിരുമേനി വാഴിച്ചിരിക്കുന്നതായ ഈ അച്ഛൻ ഓർത്തിരിക്കേണ്ടതായ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിനുമുമ്പാകെ വരുന്ന അവസരത്തിൽ തിരുമേനി പ്രത്യേകം പറയുന്നുണ്ടായി, ഭയത്തോടും വിറയലോടും കൂടിയിട്ട് വേണം പ്രവേശിക്കുവാനായിട്ട്. ഭക്തിയാദരവോട് കൂടിയിട്ട് ദൈവ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന മുഖാന്തരമായിട്ട് തനിക്കും തന്റെ ജനത്തിനും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും എന്നുള്ളതായ ഉപബോധ മനസ്സുള്ളതായ ചിന്ത കൊണ്ട് വേണം ബലി അർപ്പിക്കുവാനായിട്ട്. അവയൊന്ന് തിരുമനസ്സുകൊണ്ട് അവിടെ ഉണർത്തിക്കുകയുണ്ടായി. കുടുംബത്തിന്റെ സപ്പോർട്ട് അത് ഏത് രീതിയിലായിരിക്കണം. He started with his wife. It is within our tradition that the bishops are always concerned about the priest.
and how he conducts his life in his family. ധാരാളം പ്രശ്നാദികൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് എന്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ അടുത്ത കാലത്ത് പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതായ അഥാനാസ്യോസ് തിരുമേനി ഷമ്മാശന്മാരുടെ കല്യാണം ഉറപ്പിക്കുന്ന അവസരത്തിൽ that is his prerogative that he must see both the families with the would-be bride. വന്ന തിരുമേനി പല ചോദ്യങ്ങൾ ചോദിക്കും. അവസാനം it is being told through traditions and oral history which I am telling you. പെൺകുട്ടിയോട് പറയാൻ നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ മുട്ട് വരെ ഒന്ന് ഉയർത്തുക. കേൾക്കുന്ന അവസരത്തിൽ നമുക്കറിയില്ല എന്താണ് ഈ മദ്രാസ് പറയുന്നത്. ഒരു തിരുമേനിയുടെ സാധാരണഗതിയിൽ നേരിട്ട് ആരും ചോദ്യങ്ങൾ ചോദിക്കാറുള്ള because if he says something which is not good for him, definitely he will get it. ആ ഒരു രീതിയിലുള്ളതായ ഒരു സംസാരങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് ധാരാളം പേര് ചോദിക്കാറുണ്ടായിരുന്നില്ല. ഒരു സമയത്ത് വിദ്വാൻ തിരുമേനിയോട് ചോദിച്ചു, why do you do this? This we had seen so many times. തിരുമേനി പറയുകയുണ്ടായി, മിക്കവാറും അച്ഛന്മാർ എന്ന് പറയുന്നത് ഇടവക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നവനായിരിക്കും. വീട്ടുകാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് പുരോഹിതന് സമയമുണ്ടായി എന്ന് വരികയില്ല. അപ്പോൾ ഞാൻ നോക്കുന്നത് ഈ പെൺകുട്ടിയുടെ മുട്ടും കാലും ഉറച്ചതാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്റെ പുരോഹിതനെ നോക്കുവാനായിട്ട് കെൽപ്പുള്ളതായ കഴിവുള്ളതായ ഒരു സ്ത്രീയാണ് ഈ കൂട്ടത്തോട് പോകുന്നത്, ഞാൻ കല്യാണം ഉറപ്പിച്ച് അനുഗ്രഹം കൊടുക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. Let me summarize it. കുടുംബത്തിന്റെ സപ്പോർട്ട് ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമാണ്. കുടുംബം പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും ചെയ്യണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടിയിട്ട് I congratulate Father Bijo. May the Lord be with you and bless you. Now, Father Matthew Sadathara from Augusta St. Mary's Church is the vicar of St. Mary's Church, Augusta. അഭിവന്യ തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ശിവാശന്മാരെ, കർത്താവിന്റെ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട കൊച്ചച്ഛനെ ആവശ്യത്തിലധികമായ ഉപദേശങ്ങൾ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയും അധികം ഉപദേശം കൊടുത്ത് അച്ഛനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല. എങ്കിലും അച്ഛനെ അനുമോദിക്കാനായിട്ട് അവസരം ഉപയോഗിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരം. അവരുടെ വിവാഹത്തിന് സംബന്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അതിന് വലിയൊരു സംഭവമാണല്ലോ. ഇതിൽ വന്ന് സംബന്ധിക്കാൻ ദൈവക്കിടയാക്കിയതിനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പിന്നെ ആ കുടുംബത്തിൽപ്പെട്ട പലരെയും വ്യക്തിപരമായിട്ട് കുറേ നാളുകളായിട്ട് പരിചയമുണ്ട്. എൻ്റെ ഭാര്യയും അച്ഛൻ്റെ അമ്മയും ഒരു ഇടവക്കാരി നാട്ടുകാരുമാണ്. ഇങ്ങനെയുള്ള പരിചയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതൊരു സൗഹൃദമായ രീതിയിൽ ഇവിടെ വന്ന് സംബന്ധിച്ച് ആ സന്തോഷം അനുഭവിക്കാൻ ഇടയായിട്ട് ഞാൻ കരുതുന്നു. ഒരു കാര്യം എനിക്ക് ഓർപ്പിക്കണമല്ലോ, ഒരു സഹോദര വൈദികൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഫ്യൂ hours ago അച്ഛൻ as a deacon he was just like one of you here. തിരുമേനി കൈവപ്പ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ വൈദികരെ കയ്യസ്ഥിതി കൊടുത്തു. അദ്ദേഹം മറ്റുള്ളവരെ കൈമുത്തിച്ചു. He celebrated. He is in a different position right now. It's our responsibility, our duty to respect him, to care him and give all the support. ഒരു ഉപദേശം മാത്രമേ എനിക്ക് അച്ഛൻ കൊടുക്കാറുണ്ടെങ്കിലും ക്ഷമയുള്ളവനായിരിക്കും. വൈദികനായിട്ട് ക്ഷമിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് സക്സസ് ആണ്. ഈ പ്രൊഫഷനിൽ ഇന്ന് ഈ ആഴ്ചയിൽ വിലകിനായ ഞാൻ വൈദികനായിട്ട് 26 വർഷത്തേക്ക് എനിക്കറിയാം നമുക്ക് എത്രമാത്രം ക്ഷമ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഈ പ്രവൃത്തി, ഈ പ്രൊഫഷൻ, ഈ വൈദിക വൃത്തിയിൽ പല മറ്റുള്ളവരോട് ക്ഷമിക്കാനും എങ്കിൽ മാത്രമേ ദൈവം നമുക്ക് ക്ഷമിച്ചതെന്ന് കരുതിയുള്ളൂ. ദൈവം അതിന് ബഹുമാനപ്പെട്ട അച്ഛനെ നല്ല ഹൃദയം കൊടുക്കട്ടെ. ദൈവത്തെ ശുശ്രൂഷിച്ച് അനുഗ്രഹം പ്രാപിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും, അച്ഛൻ്റെ കൊച്ചമ്മായെയും, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കുടുംബത്തെയും, അതുപോലെ തന്നെ അച്ഛൻ്റെ വലിയപ്പച്ചനെയും പൊതു സഹോദരങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവത്തിൻ്റെ
Father Mathai Budakunat, the vicar of St. Mary's Syrian Orthodox Church in Houston, now will go and say a few words. Your Eminence, newly ordained Father Vijo, Reverend Fathers, dear deacons, brothers and sisters, and dear children in Christ. I have no instructions for Father Vijo because it's been given by the Archbishop profoundly. One thing I should tell you, Father, it's been only 15 years that I am in priest, serving the Holy Church, which is very dear and near to me. Not even one time when I celebrate the Holy Kurbana, I felt a feeling of repetition. It's wonderful. It is wonderful. I was thinking, when I was in India for 3 years, serving a church, there was instances where I had to celebrate 5 times a week. But not even once I felt a sense of repetition, because I don't know why it is that way. Your church, which you are going to serve, ചിലപ്പോൾ അച്ഛന്മാർ ചിന്തിക്കും, ഇടവക ഭരിക്കാനായിട്ട് ഭരണക്കാരൻ അഭിവൃദ്ധി മെത്രാപ്പൊലീത്ത, എന്നിട്ടുകൂടി തിരുമേനി പറയുന്നത് നിങ്ങളുടെ ശുശ്രൂഷകൻ ഒരു വൈദികൻ ദൈവത്തിന്റെ പള്ളി, ദൈവത്തിന്റെ ജനത്തെ ശുശ്രൂഷിക്കുന്നവനാണ്, ഭരിക്കുന്നവനല്ല. ആ പരിശുദ്ധ സഭ ഏറ്റവും മഹനീയമായിരിക്കുന്ന ഒരു സംഗതി. The second thing, even though, as the psalmist says in the Psalms 23, even though we have to walk through the valley of the shadow of death, മലയാളത്തിൽ കൂരിരുൾ താഴ്വരയിലൂടെ നടക്കേണ്ടി വന്നാലും, പരിശുദ്ധ സഭയിൽ ഒരു വൈദികൻ, ശുശ്രൂഷിക്കുന്ന വൈദികൻ എന്നുള്ള നിലയിൽ ദൈവവുമായിട്ടുള്ള ബന്ധം കളയാതിരുന്നാൽ, അഥവാ കൂരിരുൾ താഴ്വരയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും, നമ്മെ ദൈവം തമ്പുരാൻ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആ അനുഗ്രഹപരമായ ആ താലന്ത് ഒരിക്കലും നഷ്ടപ്പെടുകയോ ദൈവം നമ്മെ താഴ്ത്തിക്കളയുകയോ ചെയ്യുകയില്ല എന്നുള്ളത് ഒരു സത്യമായ സംഗതിയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇപ്പം വല്യച്ഛനാണ്, ഇത് കൊച്ചച്ഛൻ. എനിക്കും അങ്ങനെയുള്ള ഒരു പ്രിവിലേജ് ഉള്ളത് കൊണ്ട് പറയാം, എന്റെ ഫാദറിനോ വല്യച്ഛൻ എന്നാ വിളിക്കുന്ന ആളുകളൊക്കെ എന്നെ കൊച്ചച്ഛൻ എന്നും, പിന്നെ പ്രായം തുടങ്ങി എനിക്ക്. So on behalf of my family and myself and the church, Houston St. Mary's Church, where you have been serving as a deacon for many years while his studies were going on in Houston, I will take this opportunity to congratulate you and let God Almighty bless the choicest blessings to you and your family. God bless you. Thank you. Now, Deacon Zachary is going to say felicitations to the newly ordained priest. Respected Archbishop, Reverend Fathers, new Reverend Father Vijo, Reverend Deacon, dearly beloved in Christ, as the psalmist says, this is the day the Lord has made. Let us rejoice and be glad in it. It's truly a day of rejoicing and refreshment for me personally, because I've known Deacon Vijo for quite a while. And I recall the time when he was considering becoming a deacon. I recall the discussions we had. And I recall that he had a fervency of spirit and a quiet humbleness about him. He continues to have those things. And as our respected Archbishop put his cape around Deacon Vijo, the former Deacon Vijo,
I felt very strongly that a new day was beginning in our church. I felt very strongly that the Holy Spirit was moving there. I felt a peace. And I felt that there was going to be a hope now for us. For many years now, under the leadership of our bishop, under the leadership of our Hutchins, the youth of this church have been building momentum. They've been growing in spirit, growing in fervency. And now all of that has accumulated to this point where we now can say we have a deacon that has now become a priest that is one of us. There is a new hope. This is a new day in our church. Sometimes, I know in my personal life, the weight of ministry, however small it may be in my case, weighs down upon a person. The concerns of the people, the burden of the Holy Spirit, the strains of working in the world and also having a ministry, weighs down on your heart. And sometimes people become apathetic. Sometimes the laity also becomes apathetic. But today, a spear was thrown into the wall of that apathy. Today, a ray of light pierces that darkness and that lethargy. Because today, we can say we have a completely new thing. The first deacon from America has become a priest. And now we can look forward to new works of the Holy Spirit. We can look forward to the mighty wind of God moving again, afresh, anew, through the ministry of Deacon, now Father of Egypt. I'm sorry. On behalf of myself and my family, on behalf of St. Ignatius Church in Dallas, and Elias Hutchins there, we all wish to extend to you our choicest blessings. And we wish that God mightily increases your ministry as you continue to work among the youth and as you continue to speak and work in the field of Jesus Christ. God bless you. Now, Reverend Deacon Martin Babu, I think he is the youngest deacon in our church. That is correct. He already corrected, that's correct. He's going to say the felicitations to the ordained priest. His name is Deacon Testimony, respected Hutchins, and the newly ordained Vicar Hutchins. I want to congratulate you on this special occasion. I know how you feel because I just got ordained 2 weeks ago. So I'm not a very good speaker. I'm not prepared. So on behalf of my family, I would like to congratulate you and wish you all the best in the future. Now, Mr. Uman Varghese, Vice President from St. Mary's Orthodox Church, going to congratulate on behalf of the church to Father Jacob Matthew. ബഹുമാനപ്പെട്ട തിരുമേനി, അച്ഛന്മാരെ, സുഹൃത്ത്, ഇവിടെ ഞാനൊരു പ്രാസംഗികനായിട്ടല്ല എന്നെ ഇവിടെ ക്ഷണിച്ചത് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെങ്കിൽ പള്ളിയുടെ പ്രതിനിധിയായിട്ട് ആരെങ്കിലും മുമ്പോട്ട് വരണമെന്ന വിധത്തിൽ ഞാൻ വന്നതോടുകൂടി ഞാൻ ഒരു പ്രസംഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് എനിക്ക് പറയാറുണ്ട്. സെമാനായി അച്ഛൻ്റെ ഫാമിലി, അതായത് നമ്മുടെ കൊച്ചച്ഛൻ്റെ ഫാമിലി, എനിക്ക് വളരെ നേരത്തെ നാട്ടിൽ വെച്ച് തന്നെ നമ്മുടെ അപ്പച്ചൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് അറിയാം, പരിചയമുണ്ട്. പക്ഷെ അപ്പച്ചൻ അന്ന് എന്നെ അറിയത്തില്ലായിരുന്നു. എനിക്ക് അപ്പച്ചനെ അറിയാം. കാര്യം അപ്പച്ചൻ്റെ അനന്തരം എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചാടി കളിക്കുമ്പോഴാണ് ടാട്ടയിൽ നിന്ന്, അതായത് ഓർമ്മയുടെ അടുത്തുള്ളൊരു സ്ഥലമാണ്, ടാട്ടയിൽ നിന്ന് അപ്പച്ചൻ സൈക്കിളിൽ വരുന്ന സമയത്ത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഓടിയെ കൊണ്ടുപോയി. കാരണം സൈക്കിളിൽ കയറി ഓട്ടത്തിൽ കിടക്കാൻ. അന്ന് മുതലേ എനിക്ക് അപ്പച്ചനെ അറിയാം, അപ്പച്ചൻ്റെ ഫാമിലിയെയും അറിയാം. വളരെ ഇതായിട്ട് they deserve a place in that family. Actually,
യോഗ്യതയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ അച്ഛൻ വരുന്നതെന്നുള്ളത് വളരെ ഹൃദയശുദ്ധിയോടുകൂടി മനസ്സോടുകൂടി പറയാൻ എനിക്ക് സാധിക്കും. He deserves it and he will be an asset to our diocese as well as our church, not only to our church, to our diocese and all the church in India as well as in America. I take this opportunity to congratulate him on behalf of me as well as on behalf of St. Mary's Orthodox Church, and I am very glad to hand over him on behalf of the St. Mary's Church this envelope to our newly Achan. Thank you, Thangachan. Now, Dr. Alex from St. Mary's Church wants to say felicitations. Your Eminence, respected priests, deacons, and all dear ones here. I belong to another St. Mary's Church here in Atlanta. It is called St. Mary's St. Alphonsus of Greater Atlanta. And always is our behalf. On behalf of our church, we congratulate the newly ordained Achan. And we wish you all success, and we present this congratulations. Thank you. Now, the Houston St. Mary's Church want to give a token of appreciation to our new Achan. That's a gift they want to give it to Achan. This is for my youth group. That's from the church youth group. Due to the time, I already told Tirumeni will take 30 minutes. Actually, now it is almost getting to 40 minutes. So I'm just going to concluding this meeting to ask our procession to come and say a few words as the reply. Glory be to the Father, the Son, and the Holy Spirit forever. Amen. His Eminence Moatitos Yaldo, respected priests, dear deacons, parents, brothers and sisters in Christ. First of all, I would like to thank God Almighty for all the blessings He has bestowed upon me. Since I was a child, I had the desire to become a priest and serve the Lord. One of my biggest dreams was to be ordained deacon at the age of 21. 3 days after my 21st birthday, I was ordained a deacon. Now at the age of 27, God has called me to serve Him as a priest in this church. It is not my talents or abilities that have brought me to this day, but God's grace alone. At this time, there are a few people that I would like to remember and thank who have helped me on my journey. First, I would like to remember the late lamented, His Grace Kuriakos Makurelos, who planted the seed in me to serve Lord. Whenever His Eminence visited our home in Kerala, he would always tell me to join him to serve God. His words would always echo in my heart as I proceed in this journey. At this time, I would like to also thank our Archbishop, Moatitos Yaldo, who has supported me and encouraged me. When he first approached me and spoke to me about ordination, I was very surprised. Although I had doubts, Tirumeni always found a way to reassure his faith in me as a servant of God. Tirumeni, I thank you and I request that you always remember me in your prayers. I would also like to remember and thank the many clergy who include Very Reverend Georgis Episcopa, my dad, Reverend Father Joseph C. Joseph, Reverend Father C.S. James, Reverend Father Matai Pudukanut, Reverend Father Isaac Piety, who have spent time and energy to teach me the liturgy, the sacraments, and the prayers of our church.
I want to thank the many clergy that has joined with us today. First, let me thank Father Luca, Father Elijah, who couldn't be here, Hannah, and members of St. Mary's Coptic Orthodox Church, who welcomed us warmly and provided us a place to conduct this ordination ceremony. Let me thank Reverend Father Abraham Mukadavu, the Archdiocesan Clergy Secretary, who, when I called to invite him, he joyfully accepted the invitation and said, "Deacon, I'll be more than happy to come." Achin, I thank you for your presence, support, and prayers. I would like to thank Reverend Father Matthew Zarathra, Reverend Father Bobby Joseph, and Reverend Father Mathai Budukuma, who have joined with us to celebrate the ordination services. Dear Achins, I value your presence, and I ask that you continue to pray for me. I want to thank Reverend Deacon Zachariah Wergens, who has been a longtime friend, and our newly ordained deacon, Reverend Deacon Martin Babu, who also accepted the invitation and traveled from Houston to be with us. Dear deacons, I thank you for being here with us, and I ask you to also remember me in your prayers. There are many family and friends who have come from New York, Philadelphia, North Carolina, South Carolina, Houston, Dallas, and the Georgia area to celebrate this event. I thank all of you for being here today. Let me extend a special thanks to Rajanangu, who is with us from the UK. I would also like to thank the members of my home parish, St. Mary's Lilburn, for all their support and encouragement. One key person from the parish that has guided me the most is the vicar and my dad. Yes. He has taken time out to teach me the liturgy, making the Kurbana Appam, and even tried giving me voice lessons. I would like to thank Achin at this time and tell him that his spiritual guidance has always been valuable. I would also like to thank Shaji Fernandez and Joseph, who's here with him, Raju Uncle, Shaji Uncle, Obin, Maria Mandy, Joel, and Jill, who helped to get the church decorated for the service today. I would also like to thank my family, Abachan and Amachi, who have always supported me, my parents, Janice's parents, Biji and Jill. Joy also tried giving me voice lessons and made me practice songs on my way to and from work. Last but not least, I would like to thank my wife, who has been my backbone. She has helped me memorize the prayers, practice the songs, and truly has been an honest and supportive critic. Finally, the guests who have joined me in my ordination, I extend a heartfelt gratitude for making this event a memorable one. The people gathered here today are my support system, and I request that each one of you continually pray for me as I begin a new chapter in my life. May God bless each and every one of us. Thank you. Now with benediction from Triveni, we are going to conclude this meeting. Immediately after, everybody, we have luncheon arranged downstairs. Everybody can proceed to have lunch with us. All of you are invited. Everyone, please come and join us. I want to thank Shaji Fernandez again, helping us to set up the system, and with the system for this ordination for the choir. Even though the church had the system, we specially requested the system for the choir to be using this system for today. Once I want to thank each and everyone from far and near to come and join this ordination and bless this occasion. Thank you, everyone. Now the many going to say the benediction. Stotram, stotram, Kartave, stotram, Nara,
ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികൾ യാതൊരു കാരണവശാലും ഭക്ഷണ പാനീയങ്ങളുമായി ദേവാലയത്തിൽ